കാസർഗോഡ് പൈവെളികയിൽ 15-കാരിയെയും പ്രദേശവാസിയായ യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. കാണാതായി 26 ദിവസത്തിന് ശേഷം കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ ഹൈക്കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺ. വെരി ഗുഡ് മോർണിംഗ്. ഈ പൈവളികയിലെ 15-കാരിയും അതുപോലെ തന്നെ 42-കാരനായ പ്രദീപിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ. അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി അത് പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതിൽ ഹൈക്കോടതി പറഞ്ഞത് VVIPകളുടെയും സാധാരണക്കാരുടെയും മക്കൾക്ക് രണ്ട് നീതിയാണോ, രണ്ടു പേർക്കും തുല്യ അവകാശമല്ലേ ഈ രാജ്യത്തുള്ളത് എന്നൊക്കെ ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചിരുന്നു. ആ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. 26 ദിവസത്തിന് ശേഷമാണ് ലോക്കൽ പോലീസിന് ഈ കേസിലൊരു തുമ്പ് കണ്ടെത്താനായത്. കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി കുട്ടിയെ കാണാനിൽ നിന്ന് കാണിച്ച് പോലീസിൽ പരാതി ലഭിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം ആരംഭിക്കുന്നു. പക്ഷേ മൊബൈൽ ടവർ ലൊക്കേഷനൊന്നും പോലീസിന് കൃത്യമായി ലഭിച്ചില്ല എന്നാണ് ഒടുവിൽ പോലീസ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രത്തോളം വൈകി കുട്ടിയുടെ മൃതദേഹം പോലും കണ്ടെത്താൻ സാധിച്ചത്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ്, അതായത് കുട്ടിയുടെ വീടിന് സമീപത്തുള്ള കാടുകൾ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു പോലീസിൻ്റെ പരിശോധനയൊക്കെ നടന്നത്. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ പോലീസിനെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കുട്ടിയെ എവിടെയെന്ന സൂചനകളൊന്നും തന്നെ ലഭിച്ചില്ല. ഒടുവിലാണ് കുട്ടിയുടെ വീടിന് സമീപത്തെ 200 മീറ്റർ അകലെയുള്ള ഒരു കാട്ടിൽ, കോഴിഫാമിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കുറ്റിക്കാട്ടിൽ കുട്ടിയുടെയും അതുപോലെ തന്നെ ഈ 42-കാരൻ്റെയും മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് ഏറെ പഴികേട്ട കേസാണ്. ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുന്നു. ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഹൈക്കോടതിയിൽ രേഖപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.